നമുക്കിവിടെ കുറച്ച് ശംഖുപുഷ്പം കിട്ടിയിട്ടുണ്ട്. എന്ത് ഭംഗിയില്ലേ കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. നമുക്കിതിട്ട് നല്ലൊരു ഐറ്റം ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. കാണാം. നമ്മൾ എടുത്തു വെച്ച ഈ ശംഖുപുഷ്പം ഒരു പാത്രത്തിലോട്ട് ഇട്ടു. കണ്ടോ, ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് ഒഴിക്കുകയാണ്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഇതാ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാൻ പോവാണ്. ഇനി നമുക്കിത് ഒന്ന് അടപ്പത്ത് വയ്ക്കാൻ പോവാണ്, തിളപ്പിക്കാം. ഫ്ലെയിം ഓണാക്കി അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം അല്ലേ. നമ്മളിതാ കണ്ടോ, ശംഖുപുഷ്പം വെച്ചതാണ്, തിളപ്പിച്ചെടുത്തതാണിത്. നമുക്ക് അരിച്ചെടുക്കാം. കണ്ടോ, ശംഖുപുഷ്പം അരിച്ചെടുത്ത വെള്ളമാണിത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മളിവിടെ ഒരു കഷ്ണം മത്തങ്ങ വെച്ചിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങയും വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കശകശ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതുകൊണ്ട് എന്താണെന്ന് നോക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന മത്തങ്ങ ഇവിടെ കണ്ടോ, പംകിൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കും ഞാൻ, ഇത് വേവാനായിട്ട്. എന്നിട്ട് വേവിക്കാൻ പോവാണ്. രണ്ടാമത്തെ ഗ്ലാസ് ഒഴിച്ചു. മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിക്കാം. പംകിൻ വേവിക്കാൻ വെച്ചിരുന്നു അല്ലേ, മത്തങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെന്തു. ഞാൻ മത്തങ്ങ കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഞാൻ പ്രത്യേകം എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് ഒഴിച്ചു. നമുക്ക് എത്ര ഗ്ലാസ് കിട്ടിയെന്നൊന്ന് നോക്കാം അല്ലേ. ഒരു ഗ്ലാസ് ഞാൻ ഒഴിച്ചു. കറക്റ്റ് 1.5 ഗ്ലാസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് ഇപ്പം ഇത് നല്ല തെളി വെള്ളം, ഇതിങ്ങനെ കുടിക്കാൻ നല്ലതാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മളൊരു 2-3 കഷ്ണം ഈ വേവിച്ച പംകിൻ കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഒരു 5 പീസ് ഇട്ടിട്ടുണ്ട്, കാണാമല്ലോ. ഇനി ഇത് അടിച്ചുകൊണ്ട് വരാം. നമ്മുടെ ശംഖുപുഷ്പം അത് നമ്മൾ തിളപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 10-12 ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു ഗ്ലാസ്സിന് അത്ര ആവശ്യമില്ല. ഇതിപ്പോൾ ഇത്രയും വെള്ളം ഇട്ട് നമുക്ക് ഒരു 3-4 ഗ്ലാസ് ഉണ്ടാക്കാം. ഞാൻ അതുകൊണ്ട് ഇത് മാറ്റുകയാണ് കുറച്ച്. നമ്മളിതൊരു 1/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി വെള്ളം ഒഴിക്കാം. കാരണം ഇത് 3-4 ഗ്ലാസ്സിലുള്ള വെള്ളമാണ്, ജ്യൂസാണ്. അപ്പോൾ ഇത് ഇത്ര പാടില്ല, 2-3 പൂവേ പാടുള്ള ഒരു ഗ്ലാസ്സിന്. ഇപ്പം ഞാൻ 10-12 എടുത്തരും. അപ്പോൾ ഇത് നമുക്കൊരു 3 ഗ്ലാസ്സോ 4 ഗ്ലാസ്സോ ആക്കാം. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് നാരങ്ങ ലെമൺ പിഴിഞ്ഞെടുക്കുകയാണ്. ഒരു പകുതി എടുത്തിട്ടുള്ളൂ ഞാൻ. നമുക്കിനി ഇത് ഈ മത്തൻ ഇട്ടിട്ടുണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചെടുക്കാം. അതിൽ കുരുണ്ട്, കുരു എന്ന് കളഞ്ഞോട്ടെ. ലെമൺ ജ്യൂസ് ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. മതിയൊന്ന് നോക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ ഇതിൽ 2 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ ഇട്ടെടുത്ത പഞ്ചസാര. നമുക്ക് നോക്കാം മധുരം മതിയൊന്ന്. ഇനി ഇതിലേക്ക് നമ്മൾ
നാരങ്ങ നീരൊഴിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ആശാൻ്റെ നിറം അങ്ങോട്ട് മാറും ചെറുതായിട്ട്. ഒരു 3 ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ചു. കണ്ടോ നിറം മാറിയത്? നമ്മുടെ ചെമ്പരത്തി സ്ക്വാഷിനും ഇതുപോലെയാണ് നിറം മാറും. എന്തായാലും നിറം മാറിയല്ലോ, കുറച്ച് കൂടുതൽ നിറം മാറട്ടെ. ഇനി നമുക്ക് ഇതിലോട്ടും പഞ്ചസാര ഇടാം. ഈ പംകിൻ്റെയും ഈ ശംഖുഷ്പത്തിൻ്റെയൊക്കെ ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ദിവസം കഴിക്കാൻ നോക്കുക. അത്ര ഭയങ്കരമായിട്ടുള്ള ഗുണമാണ്, നല്ല ഗുണമാണ്. ഭയങ്കരമല്ല, നല്ല ഗുണമാണ് ഇതിന്. അപ്പം നമുക്ക് ഈ നിറം കിട്ടും അല്ലേ? കാരണം ഇതിൽ നാരങ്ങ നീര് ചേർത്താൽ ഇങ്ങനത്തെ നിറമാവും. ഇനി നമുക്കിതിൽ ഓരോ ഐസ് ക്യൂബ് ഇടാം. ഇവിടുത്തെ ഐസ് ക്യൂബ് വലിയ ഐസ് ക്യൂബാണ്. ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. രണ്ടിനും ഒരു ഐസ് ക്യൂബ് ഇട്ട് സ്വാദിഷ്ടമായ നമ്മുടെ പംകിൻ്റെയും നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെയും ജ്യൂസ് ഇവിടെ റെഡി. ചൂട് സമയത്ത് ഇത് ഓരോ ഗ്ലാസ് കുടിച്ചാൽ വളരെ സ്വാദുമാണ്, സുഖവുമാണ്, ശരീരത്തിന് നല്ല തണുപ്പും ഉന്മേഷവും ഒക്കെ കിട്ടും. ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കണം, യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കിട്ടും, അറിയാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയുടെയും ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പത്തിൻ്റെയും ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. സ്വാദിഷ്ടമായ ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂട് സമയത്ത് ശരീരത്തിന് വളരെ ഗുണമുള്ള ഇത് രണ്ടും, കണ്ണിനും ഹാർട്ടിനും എന്തിനൊക്കെയോ നല്ലതാണ്. ഞാനത് പറയുന്നില്ല, ഡോക്ടറല്ലല്ലോ അതിനെ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്കത് നോക്കാം, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.